കുട്ടിക്ക് ഇത് എവിടുന്ന് സംഭവിച്ചു? അത് ഒന്ന് തെളിയിച്ചു തരണം. അത് എന്റെയും കൂടി ആവശ്യം. ഇതിന്റെ പേര് പക്ഷെ പറയാനുള്ള കാരണം കുട്ടിക്ക് കുറച്ചും കൂടി അറ്റാച്ച്മെന്റ് കൂടുതൽ എന്റെ അടുത്താണ് ഇവിടെ. എന്ത് കാര്യം ഉണ്ടെങ്കിലും അവളെ ഞങ്ങൾ അങ്ങനെയാണ് ഞാൻ കൊണ്ടു നടന്നിട്ടുള്ളത്. അവൾക്ക് ഡ്രസ്സ് രസമുണ്ട്, അവൾ നല്ല സുന്ദരിയാണ്, അങ്ങനെയൊക്കെ പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ്. മീറ്റിങ്ങിന് വന്നപ്പോ മീറ്റിംഗ് രാവിലെ ഒരു കേട്ടോ റിനുവിന് പനിയാണ്, റിനു വരുന്നില്ല. പിന്നെ അന്ന് ഞാൻ റിനുവിന്റെ അടുത്ത് ഇരിക്കുമ്പോ റിനുവിന്റെ ഉമ്മാട് പറഞ്ഞ ഈ കൊള്ളരി പെട്ടെന്ന് ഏറ്റതല്ല എന്റെ ചിക്കറി. ഞാൻ അവിടെ ചുക്കളം കളിപ്പിച്ചിട്ട് ഞാനാണ്, എനിക്കറിയാം അവിടെ എന്താ നടന്നത്. അത് അവരെ കയ്യിൽ നിന്ന് പറ്റിയതാണ്, അതാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത് അവിടുന്ന് സമ്മതിച്ചു തരാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും. ഇങ്ങനെ ഒരു വൈകല്യമുള്ള ഒരു കുട്ടിക്ക് എന്താണ് അമ്മമാര് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതൊക്കെ. അപ്പൊ അവര് ശ്രദ്ധിച്ചിട്ടില്ല എന്നാണ് തോന്നുന്നത്. തിരിച്ചിങ്ങൾ വന്നിട്ട് ഇവിടെ തിരിച്ചു ചെല്ലുമ്പോഴാണ് അവര് അറിയുന്നത്. വെള്ളിയാഴ്ച, അതായത് 8/8/2025 വെള്ളിയാഴ്ച, ഓഗസ്റ്റ് 8-ാം തീയതി വെള്ളിയാഴ്ച വൈകുന്നേരം ഇവിടുന്ന് ഒരു കുട്ടി സ്കൂളിൽ നിന്ന് വിട്ടുപോയിട്ട്, റിനു, ഞങ്ങളുടെ കുട്ടി സ്കൂളിൽ നിന്ന് വിട്ടുപോയതിന് ശേഷം അവര് അവിടെ വീട്ടിൽ പോയിട്ട് വീട്ടിൽ നിന്ന് അമ്മ ഇവിടെയുള്ള കാവ്യ ടീച്ചറെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ ഈ കുട്ടിക്ക് ഇവിടെ ആക്ടിവിറ്റീസ് കൊടുക്കുമ്പോ ബാറ്റ് കൊണ്ട് തട്ടിയെന്നും ഇവിടുത്തെ ഒരു കുട്ടി കടിച്ചതാണെന്നും ഒക്കെയാണ് ആ സമയത്ത് അമ്മ വിളിച്ചു പറഞ്ഞത്. പിന്നെ എന്നിട്ട് ആ ഫോട്ടോയും ഇട്ടിരുന്നു. അപ്പൊ ഈ ഫോട്ടോ ഞാൻ പുറത്ത് പോയിണ്ടായിരുന്നു. വന്ന സമയത്ത് ഇവര് കാണിച്ചു തന്നപ്പോ ഞാൻ പറഞ്ഞു, ഇത് പൊള്ളിയതാണല്ലോ, ഈ പൊള്ളിയ കാര്യം ഇത് ഒരിക്കലും കടിച്ചതുമല്ല, ബാറ്റ് തട്ടിയതല്ല, പൊള്ളിയതാണ്. അതുകൊണ്ട് നമുക്കൊരു പണി ചെയ്യാം, ഇതൊരു പാരന്റ്സ് മീറ്റിംഗ്. പിന്നെ സാറ്റർഡേ ആ കുട്ടി വരാറില്ല, ഓട്ടോറിക്ഷയിൽ സ്ഥിരം തനിയെ വരുന്ന ഒരു കുട്ടിയാണ് അവള്. അപ്പോ നമ്മള് സാറ്റർഡേ വരുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അതിന് പിന്നെ ഫോണിൽ പ്രതികരിച്ചിട്ടോ അല്ലെങ്കിൽ അതൊന്നും വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഒരു പാരന്റ്സ് മീറ്റിങ്ങോട് കൂടിയിട്ട് അത് ക്ലാരിഫൈ വരുത്താമെന്ന് പറഞ്ഞിട്ട് ഞാൻ വെച്ചു. പിന്നെ എന്നെ ഞായറാഴ്ച കാലത്ത് വിളിച്ചിട്ട് ഈ ഫോട്ടോ വിട്ടെന്നിട്ട്, മാം എന്താ ഒന്നും മിണ്ടാത്ത്, ഇത് ഈ ഫോട്ടോ കണ്ടിട്ടെന്ന് ചോദിച്ചു. അപ്പോ ഞാൻ പറഞ്ഞു, ഇല്ല, അത് പൊള്ളിയതല്ലേ, അതൊരു ചാൻസ് വിടുന്നില്ല, പിന്നെ ഞാൻ എന്തിനാണ് പ്രതികരിക്കുന്നത്, അതിന്റെ ആവശ്യമില്ലല്ലോ, നമുക്കൊരു പാരന്റ്സ് മീറ്റിംഗ് നാളെ വെക്കാം, അത് വിചാരിച്ചിട്ടാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഞായറാഴ്ച ഉച്ചയ്ക്ക് ഈ പാരന്റ്സ് മീറ്റിംഗ് ഡിക്ലെയർ ചെയ്യുകയും തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് നമ്മളുടെ മീറ്റിംഗ് നമ്മുടെ സ്ഥാപനത്തിൽ വെച്ച് നടക്കുകയും ചെയ്തു. അപ്പൊ ഈ അമ്മയും കുട്ടിയും രാവിലെ കുട്ടിക്ക് പനിയാണ്, അതുകൊണ്ട് റീനു ഒന്ന് സ്കൂൾ ലീവാണെന്ന് പറഞ്ഞു. അപ്പോഴും നമ്മൾ ഇങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല, അങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇല്ല, റീനുവിനെ ഉച്ചയ്ക്ക് കൊണ്ടുവരണം, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ പാരന്റ്സ് മീറ്റിംഗ് വെച്ചിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞിട്ട് അവർ ഉച്ചയ്ക്ക് വന്നു. വന്ന സമയത്ത് നമ്മുടെ സെന്ററിൽ ഫ്രണ്ടിൽ കൂടെ കുട്ടികളും ബാക്കിൽ കൂടെ പാരന്റ്സും ആണ് കയറാറ്. അത് സാധാരണ അങ്ങനെയാണ് ചെയ്യാറ്. അപ്പോ ആ കുട്ടി അങ്ങനെ അതേമാതിരി വന്ന സമയത്ത് ഞാൻ പറഞ്ഞു, ഇവിടെയുള്ള പാരന്റ്സിന്റെ അടുത്ത് ജസ്റ്റ് നമുക്കൊന്ന് ചോദിക്കാം, ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളത് നമുക്കൊന്ന് ചോദിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ അത് ചോദിച്ചു. കുട്ടീനെ ഇവിടെ ഓഫീസ് റൂമിൽ എല്ലാവരും ഉണ്ട്, പാരന്റ്സ് എല്ലാവരും അങ്ങേപ്പുറത്തുണ്ട്. ചോദിച്ച സമയത്ത് ഞാൻ ടീച്ചറോട് ഞാൻ തന്നെ പറഞ്ഞു, ജസ്റ്റ് ഒരു വീഡിയോ എടുത്ത് വെച്ചോളൂ, ഞാൻ ചോദിക്കുന്നുണ്ട്, ഒന്ന് വീഡിയോ എടുത്തോളൂ പറഞ്ഞു. അങ്ങനെ ആ വീഡിയോയും എടുത്തു വെച്ചു. കുട്ടിയോട് ചോദിച്ച സമയത്ത് കുട്ടി പറഞ്ഞ വീഡിയോ ഞാൻ വേണ്ടപ്പെട്ട ആളുകൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. അവരിന്റെ അടുത്ത് ചോദിച്ചതുകൊണ്ട് ഞാൻ ഷെയർ ചെയ്തതാണ്, അതുവരെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇത്തരത്തിലുള്ള ഈ ആരോപണങ്ങൾ ഇത് ഇവിടുന്ന് സംഭവിച്ചതല്ല. പിന്നെ അതിന്റെ കൂടെ ഈ പാരന്റ്സ് മീറ്റിംഗിൽ ഞങ്ങളൊരു തീരുമാനം, പാരന്റ്സ് ആണ് ഈ സെന്ററിൽ എല്ലാ കാര്യങ്ങളും സാധാരണ തീരുമാനിക്കാറ്, അവർക്ക് വിട്ടുകൊടുക്കുകയാണ് ചെയ്യാറ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ആ മീറ്റിംഗിൽ പോയിരുന്നു, ഇന്നമാതിരി ഇത് സംഭവിച്ചല്ല എന്ന് ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങളൊരു പണി ചെയ്യേ, പിന്നെ പാരന്റ്സുകൾ തീരുമാനിച്ചോളൂ, ഈ കുട്ടീനെ ഇവിടെ കണ്ടിന്യൂ ചെയ്യണോ വേണ്ടേ എന്നുള്ളത് പറഞ്ഞു. അങ്ങനെ ആ പാരന്റ്സ് സംസാരിക്കുകയും, അപ്പൊ ഈ അമ്മയ്ക്ക് ഇത്ര പാരന്റ്സ് ഇവിടെ സ്ഥിരം ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന പാരന്റ്സിനോടൊന്ന് ചോദിക്കാം, എന്താണ് ഇവിടെ റീനുവിന് സംഭവിച്ചത്, ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചോ? ഇതൊന്നും ചെയ്യാതെ എന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് വിളിച്ചിരിക്കുന്നു, ഏതൊക്കെ ആളുകളോടൊക്കെ കംപ്ലൈന്റ് ചെയ്തിട്ട്. പക്ഷെ ഞാൻ ഈ സംഭവമൊക്കെ ഈ പഞ്ചായത്ത് പ്രസിഡന്റ് വിളിച്ചതിന് റിപ്ലൈ ചെയ്യുന്നത് ഞാൻ ഈ മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മൊത്തം നടന്നു ഇവിടെ. അത് കഴിഞ്ഞു. ഞാൻ പറഞ്ഞു, എന്റെ അടുത്ത് വന്ന് ചോദിച്ചു, എന്താ മാമിന്റെ തീരുമാനം ചോദിച്ചു. മീറ്റിംഗ് കഴിഞ്ഞ് പോകുമ്പോ ഞാൻ പറഞ്ഞു, തീരുമാനം ഞങ്ങൾ അറിയിക്കാം, നിങ്ങൾ പൊക്കോളൂ, മീറ്റിംഗ്
മീറ്റിങ്ങിന്റെ കഴിഞ്ഞിട്ട് നമ്മൾ അതിന്റെ സംഭവങ്ങൾ അറിയിക്കാം എന്ന് പറഞ്ഞു, നാളെ അറിയിക്കാം എന്ന് പറഞ്ഞു. അവർ തീരുമാനിച്ചിട്ട് എന്താ വെച്ചാൽ, അപ്പൊ അങ്ങനെ ചൊവ്വാഴ്ച ഉച്ച വരെ ഞാൻ വിളിച്ചില്ല എന്ന് പറഞ്ഞപ്പോ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക് അവരെന്ത് ചെയ്തു, എന്നെ ഒന്ന് വിളിച്ചിരുന്നു, മാമിന്റെ തീരുമാനം എന്താണെന്ന് ചോദിച്ചിട്ട്. അതായത് കുട്ടിക്ക് ഇവിടെ അഡ്മിഷൻ ഉണ്ടോ ഇല്ലേ എന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, പാരന്റ്സിന്റെ ഇവിടുത്തെ തീരുമാനം നിങ്ങൾ ഇനി കുട്ടീനെ ഇങ്ങോട്ട് കൊണ്ടുവരണ്ട, കാരണം മാറ്റി നിർത്തുക കുറച്ച് എന്നുള്ളതാണ്. കാരണം അങ്ങനത്തെ ഒരു സ്ഥാപനം കൂടി നമ്മുടെ മനസ്സിലുണ്ട്. കാരണം വലിയ കുട്ടികൾക്ക് ഉള്ളൊരു വൊക്കേഷണൽ എന്നുള്ള മാതിരി നമ്മളിവിടെ വളർന്നു വന്ന കുട്ടികളെ നമ്മളൊരു സുപ്രഭാതത്തിൽ പുറത്താക്കാൻ പാടില്ലല്ലോ, അതിനു വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ പറഞ്ഞ സമയത്ത് ഇവര് പറഞ്ഞു, ഓ ശരി നിങ്ങളുടെ തീരുമാനം ഇതാണല്ലേ എന്ന് ചോദിച്ചിട്ട് നിസാർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു എന്നും ഞങ്ങളുടെ പേരില് പോലീസ് കംപ്ലൈന്റ് എടുത്തു എന്നാണ് പിന്നെ ഞാൻ അത് കേൾക്കുന്നത്. അല്ലാതെ ഞങ്ങൾ ഇവിടുന്ന് അപമാനിച്ചു വിടേ, അല്ലെങ്കിൽ ഇത് പൂട്ടിയ ഒരാഴ്ചക്കുള്ളിൽ ഞങ്ങൾ തുറക്കുന്നോ, ഇങ്ങനത്തെ ഒരു സംഭവങ്ങളും ഞങ്ങൾ ഇവിടുന്ന് സംസാരിച്ചിട്ടില്ല. ഇത് ഞാൻ മാത്രമല്ല സംസാരിക്കുന്നത്, അവരെടുത്ത് ഞാൻ മൊബൈലിലും സംസാരിച്ചിട്ടില്ല. ഇത് വെറുതെ കെട്ടിച്ചമച്ച ഒരു കഥയാണ്. നമ്മുടെ സെന്ററിനെ അവരുടെ കുട്ടി വരണ്ടെന്ന് പറഞ്ഞപ്പോ മറ്റുള്ളവർക്ക് ആർക്കും ഇത് കിട്ടരുത് എന്നുള്ള ഇത് കൂടെ. പിന്നെ ഫീസായിട്ട് ഞാൻ ഇവിടെ 1 രൂപയും ഡിക്ലെയർ ചെയ്തിട്ടില്ല. ഇവിടുത്തെ പാരന്റ്സ്, ഇവിടെ വരുന്ന അമ്മമാരും എത്ര പേര് വന്നാലും ഇവിടെ വന്നിട്ട് ഫുഡ് കഴിച്ചു പോണവരാ എല്ലാവരും. അതിനിവിടെ കൺട്രോൾ ഒന്നുമില്ല. ഇവര് എത്ര ആളുണ്ടോ അതിനനുസരിച്ച് ഭക്ഷണം വെക്കും, അവരെന്നെ വെക്കുന്നത്, അവരെന്നെയാണ് സെർവ് ചെയ്യുന്നതും. അപ്പൊ ഒരു തരത്തിലും നമ്മുടെ സെന്ററിൽ ഇങ്ങനത്തെ ഒരു കാര്യത്തിനോ ഒരു ചാൻസും ഇല്ല. ഇത് വെറുതെ പറയാണ്. ഗ്ലാസ്സിൽ വെള്ളം വെപ്പിച്ചു എന്നോ അല്ലെങ്കിൽ വെള്ളം ഒഴിച്ചു എന്നോ എന്തൊക്കെയോ പറയുന്നുണ്ട്. പക്ഷെ ഇത് എന്താണ് ഇതിന്റെ വാസ്തവം? കാരണം അവൾ എന്റെ കുട്ടിയാ, ഞാൻ സ്നേഹിക്കുന്ന കുട്ടിയിൽ പെട്ടൊരു കുട്ടിയാണ് അവള്. ഒരിക്കലും അവർക്കാണ് അതിന്റെ വില അറിയാത്തത്, എനിക്ക് നല്ല അതിന്റെ വില അറിയാം. അവളെ ഞാൻ ആ ഒരു കുട്ടിയോട് എനിക്ക് യാതൊരു ഇതുമില്ല. അതുകൊണ്ട് തന്നെ എന്റെ കുട്ടിക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് ഇത്തരത്തിലുള്ള അപവാദങ്ങളൊക്കെ പറഞ്ഞു പരത്തി വെച്ചിട്ടുള്ള സ്ഥിതിക്ക് ആ കുട്ടിക്ക് ഇത് എവിടുന്ന് സംഭവിച്ചു അത് ഒന്ന് തെളിയിച്ചു തരണം. അത് എന്റെയും കൂടി ആവശ്യം. വീണ്ടും വീണ്ടും പറയാം, അതെന്റെ കുട്ടിയാണ്. എന്റെ കുട്ടി ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഇത് പറയുന്നത്. അതുകൊണ്ട് എനിക്ക് ഈ ഇത്തരത്തിലുള്ള അപവാദങ്ങൾ കേൾക്കേണ്ടി വന്നതിൽ ഒരുപാട് സങ്കടമുണ്ട്. ഈ പറയുന്ന ആരോപണത്തിൽ പറയുന്ന ടീച്ചർ ഞാനാണ്. ഈ കുട്ടിയുടെ അമ്മ പരിക്ക്, അതായത് ഇങ്ങനെ പൊള്ളി എന്ന് പറഞ്ഞ ദിവസം വൈകിട്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാനൊരു മെസ്സേജ് അയച്ചതിന് ശേഷം, മെസ്സേജ് അയച്ചത് എന്തോ പരീക്ഷ പേപ്പറിന്റെ കാര്യം പറഞ്ഞിട്ടാണ് ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ തിരിച്ചെന്നാണ്ട് വിളിച്ചു, ടീച്ചറെ റിനുവിന്റെ കയ്യിൽ ഒരു അടയാളം ഉണ്ട്, എന്ത് പറ്റിയതാന്ന് അറിയുമെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ഉമ്മാനോട് സംസാരിച്ചു, ഇവിടുന്ന് ഒരു അടയാളം അങ്ങനെ വരാൻ സാധ്യതയില്ല. ഇന്ന് റിനുവിന്റെ അടുത്ത് സംസാരിച്ചപ്പോ അവള് പറഞ്ഞു, ഇവിടെ പഠിക്കുന്ന അമീൻ എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട്, അവന്റെ കയ്യിൽ നിന്ന് അവൻ കടിച്ചതാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, അങ്ങനെ കടിക്കൊന്നുമില്ല, അവന് മുന്നിൽ പല്ലൊന്നുമില്ല, കടിച്ചാൽ അങ്ങനെ അടയാളം വരില്ല എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു ആക്ടിവിറ്റി ടൈമില് ബാറ്റും ബോളും തട്ടിയതാണ്. പറഞ്ഞ ആക്ടിവിറ്റി ടൈമിലുള്ള വീഡിയോസ് ഞങ്ങൾ എടുത്തിട്ടുണ്ട്, ആ ബോളിന്നോ ബാറ്റിന്നോ അങ്ങനെ ഒരു അടയാളോ കാര്യങ്ങളോ വരില്ല. എന്തായാലും നിങ്ങൾ ആ വീഡിയോ, അതായത് ആ ഫോട്ടോ എനിക്ക് അയച്ചു വരാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അവർ അയച്ചു തന്നു. ഞാൻ പറഞ്ഞു മാമിന്റെ അടുത്ത് ഞങ്ങൾ സംസാരിക്കാം അതിനെ കുറിച്ച്. അങ്ങനെ ആ ദിവസം കഴിഞ്ഞു. ഞങ്ങൾ മാമിന്റെ അടുത്ത് വിഷയം പറഞ്ഞു. പിന്നെ ശനിയാഴ്ച ആ കുട്ടി ഓൾറെഡി ലീവാണ്. പിന്നെ ശനിയാഴ്ച വൈകിട്ട് ഞങ്ങൾ ഇവിടുന്ന് നാട്ടിലേക്ക് പോകും. പിന്നെ തിങ്കളാഴ്ച രാവിലെയാണ് ഞാൻ പോലും അറിയുന്നത് ഇങ്ങനെ ഒരു കാരണം കൊണ്ടാണ് ആ കുട്ടിയുടെ കൈ പൊള്ളിയത് എന്ന്. പിന്നെ അന്ന് പാരന്റ്സ് മീറ്റിംഗ് വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ മീറ്റിംഗിൽ പാരന്റ്സിന്റെ എല്ലാവരും പ്രകാരം ആ കുട്ടീനെ ഇവിടുന്ന് റിജക്ട് ചെയ്തും ചെയ്തു. അതിനുശേഷമാണ് കേസിലേക്കൊക്കെ ഈ കാര്യം പോയിട്ടുള്ളത്. ഇവിടുന്ന് എന്തായാലും അങ്ങനെയൊന്നും പറ്റില്ല. ഇവിടുത്തെ പാരന്റ്സ് ആണ് കുട്ടികൾക്കുള്ള വെള്ളമായാലും ഫുഡായാലും കൊടുക്കുന്നതും. ഞങ്ങൾ അത് എടുത്തിട്ട് അവർക്ക് കൊടുക്കുന്നു. കഴിക്കാൻ പറ്റാത്ത കുട്ടികൾക്ക് ഞങ്ങൾ വാരി കൊടുക്കുന്നു, അത്ര മാത്രമേ ഉള്ളൂ. പിന്നെ ആ കുട്ടി, ഇതിന്റെ പേര് പക്ഷെ പറയാനുള്ള കാരണം കുട്ടിക്ക് കുറച്ചും കൂടി അറ്റാച്ച്മെന്റ് കൂടുതൽ എന്റെ അടുത്താണ്. ഇവിടെ എന്ത് കാര്യം ഉണ്ടെങ്കിലും അവളെ ഞങ്ങൾ അങ്ങനെയാണ് ഞാൻ കൊണ്ട് നടന്നിട്ടുള്ളത്. അവൾക്ക് ഡ്രസ്സ് രസമുണ്ട്, അവൾ നല്ല സുന്ദരിയാണ്, അങ്ങനെയൊക്കെ പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ എപ്പോഴും പറയും, റിനുവിനെ കാണാൻ നല്ല ഭംഗിയുണ്ട്, ഡ്രസ്സ് നല്ല രസമുണ്ട്, നല്ല സുന്ദരി കുട്ടിയാണ് കേട്ടോ. അങ്ങനെ പറയുമ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷം. അപ്പൊ ഇങ്ങനെ കാവ്യ ടീച്ചർ ആ ഒരു പേര് അവർക്ക് ഇടയ്ക്കിടയ്ക്ക് വരലുണ്ട്. പിന്നെ ഇവിടുന്ന് തിരിച്ചു പോകാൻ നേരത്തെ ഓട്ടോ വരെ കൊണ്ടാക്കാൻ ഞാൻ വരണം അവർക്ക്. വേറെ ഏത് ടീച്ചേഴ്സ് വരാന്ന് പറഞ്ഞാൽ അവൾ സമ്മതിക്കില്ല. ആ ഒരു ദിവസം എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ തന്നെ ആയിരിക്കും അവൾ അവിടെ വരെ കൊണ്ടാക്കി കൊടുത്തിട്ടുള്ളത്. ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവൾ എന്നോട് അങ്ങനെ ആയിരിക്കില്ലല്ലോ പ്രതികരിക്കുക. വേറൊരു ടീച്ചറാണ് മേഘ ടീച്ചർ. പിന്നെ ഞാനന്ന് സംസാരിച്ചെന്ന് പറഞ്ഞ ദിവസം, അവരെന്നെ പാരന്റ് വിളിച്ചെന്ന് പറഞ്ഞ ദിവസം സൃജിനി ടീച്ചറും ഞാനും കൂടിയാണത് ഈ കോൾ അറ്റൻഡ് ചെയ്തിട്ട്, ഞാൻ കോൾ അറ്റൻഡ് ചെയ്തു, സ്പീക്കർ ഇട്ടു. ഇങ്ങനെ പറഞ്ഞപ്പോ ഞാൻ ടീച്ചറും കൂടി കേൾക്കാൻ വേണ്ടിയിട്ട് സ്പീക്കർ ഇട്ട് രണ്ടാളും കൂടി ഒരുമിച്ചിരുന്നിട്ടാണ് അവർ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടത്. പിന്നെ അത് കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞപ്പോ ഞങ്ങൾ ക്ലാസ് മാം ഷിഫ്റ്റ് ചെയ്തു ടീച്ചേഴ്സിനെ. എന്നിട്ടും കൂടി മേഘ ടീച്ചർ ക്ലാസ്സിലിരിക്കാൻ ഞാൻ നിർബന്ധിച്ചിട്ടാണ് റിനു പോയിട്ട് ഇരുന്നത്. ആ മേഘ ടീച്ചർ ആയിരുന്നു അപ്പത്തെ ക്ലാസ് ടീച്ചർ. അതുപോലെ അവളുടെ ഉമ്മയ്ക്ക് അറിയില്ലായിരുന്നു. ക്ലാസ് ടീച്ചർമാര് അവർക്കും അറിയുന്നത് കാവ്യ ടീച്ചറെയാണ്. അപ്പൊ ആ കുട്ടി എങ്ങനെ പറഞ്ഞപ്പോ കാവ്യ ടീച്ചർ അത് ചെയ്തു എന്നുള്ള അത് അവര് വിശ്വസിച്ചു.
ഞാൻ എന്തായാലും അങ്ങനെ ചെയ്തിട്ടുമില്ല, ഈ സ്ഥാപനത്തിൽ നിന്ന് അങ്ങനെ വരുമില്ല. അന്ന് നിങ്ങൾ ഉണ്ടായിരുന്നു ഇവിടെ? അതെ, ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ അന്ന് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. അത് മാത്രമല്ല, ഇവിടുന്ന് അങ്ങനെ ഒരു സംഭവം നടക്കൂല. കാരണം ഞങ്ങളാണ് കുട്ടികൾക്ക് വെള്ളവും കാര്യങ്ങളൊക്കെ ഡൈനിങ് ടേബിളിലേക്ക് എത്തിച്ചു കൊടുത്തിട്ട് അവിടുന്നാണ് ടീച്ചർമാർ അത് കുട്ടികൾക്ക് കൊടുക്കുന്നത്. അപ്പൊ ഒരിക്കലും ടീച്ചർമാരെടുത്ത് അങ്ങനെ സംഭവിക്കാൻ കാരണമില്ല. വെള്ളമൊക്കെ നേരെ 9:30 ആകുമ്പത്തിന് തന്നെ ഇവിടെ വന്നിട്ട് ഒക്കെ തിളപ്പിച്ച് സെറ്റാക്കി മാറ്റി വെക്കുന്നതാണ്. കുട്ടികൾക്ക് അത് ഞങ്ങൾ ചൂടാറിയിട്ടാണ് കൊടുത്തത്. അവര് കെട്ടിച്ചവച്ചൊരു കഥ ആയിട്ട് തന്നെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം വെച്ചാൽ ഇവിടുന്ന് ഞങ്ങൾക്ക് ആർക്കും ഇതുവരെ അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. ഇതുവരെ ആയിട്ടും ഞങ്ങളിവിടെ 3 വർഷം കഴിഞ്ഞു ഞങ്ങൾ വന്നിട്ട്. ഉണ്ടാക്കി പറയാൻ തന്നെയാണ്, ഇവിടെ അങ്ങനെ ഒരു സംഭവം തന്നെ ഉണ്ടായിട്ടില്ല. ഞാൻ അധികം നിൽക്കുന്ന ഒരാളല്ലേ. കുട്ടികളെയും കൊണ്ട് വരുന്നതിന്റെ മുമ്പ് അവര് പാചകം ചെയ്ത് കഴിക്കാറാണ്. പിന്നെ ഈ കുട്ടികൾക്ക് ഉണ്ടാക്കുന്ന ഭക്ഷണം എന്തോ അത് അവരും കഴിക്കും, അത്രേ ചെയ്യും. അല്ലാതെ അവര് സ്വന്തമായിട്ട് വെള്ളം ചൂടാക്കിയ ചായ ഉണ്ടാക്കുക അങ്ങനത്തെ ഒന്നും ഞങ്ങൾ ഇവിടെ നിൽക്കുമ്പോ ഉണ്ടാവാറില്ല. കാരണം ഞങ്ങളെ കുട്ടികള് എപ്പോഴും ഓരോരോ വൃത്തിയായിട്ട് ഉണ്ടാക്കുന്ന മക്കളാണ്. ഇപ്പൊ കൂടെ അത് വൃത്തിയാക്കല് അതിന് അമ്മമാരാണ് ഏറ്റവും നല്ലത്. അതുകൊണ്ട് ഞങ്ങളതിന് ചെയ്യും. ഞങ്ങള് അമ്മമാര് ഇവിടെ നിൽക്കാത്ത കുട്ടികളെ തന്നെ ഞങ്ങള് ചെയ്യും, എല്ലാരും ഒരുമിച്ചാണ് ചെയ്യുന്നത്. അല്ലാതെ അവരെ കുട്ടി ഇവരെ കുട്ടി എന്നുള്ള വ്യത്യാസം ഇതുവരെ കാണിച്ചിട്ടില്ല. ടീച്ചേഴ്സും ഇല്ല, ഞങ്ങളെ അമ്മമാരും ഇല്ല. അത് അവരെ കയ്യിൽ നിന്ന് പറ്റിയതാണ്, അതാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത് അവിടുന്ന് സമ്മതിച്ചു തരാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും. ഇങ്ങനെ ഒരു വൈകല്യമുള്ള ഒരു കുട്ടിക്ക് അമ്മമാര് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതൊക്കെ. അപ്പൊ അവര് ശ്രദ്ധിച്ചിട്ടില്ല എന്നാണ് തോന്നുന്നത്. തിരിച്ചിങ്ങോട്ട് വന്നിട്ട് ഇവിടുന്ന് തിരിച്ചു ചെല്ലുമ്പോഴാണ് അവര് അറിയുന്നത്. അപ്പൊ അവര് പറഞ്ഞത് ടീച്ചർമാര് പൊള്ളിച്ചു എന്നുള്ളൊരു ഇതാണ് പറഞ്ഞത്. ശരിക്കും എനിക്ക് തോന്നുന്നത് അവിടുന്ന് വീട്ടിൽ നിന്ന് അടുക്കള കയറുന്ന ഒരു കുട്ടിയാണെന്ന് അമ്മ തന്നെ പലതവണ ഇവിടെ ഇപ്പൊ സമയത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അടുക്കള കയറും, ചായ ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അമ്മ തന്നെ പറഞ്ഞിട്ട്, വേറെ ആരുമല്ല, അവരെന്നെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ചിലപ്പോ അവരുടെ കയ്യിൽ നിന്ന് പറ്റിയതാവും. ചിലപ്പോ അവര് സമ്മതിച്ചു തരാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് അവർക്ക്. അതിനുശേഷമാണ് ഇവിടുത്തെ ടീച്ചർമാരുടെ പേരിൽ അത് കംപ്ലൈന്റ് വന്നത്. അല്ലാതെ ഇവിടുന്ന് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടേ ഇല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ കുട്ടികൾ കരയുക അങ്ങനെയൊക്കെ ചെയ്യല്ലോ. അവരൊന്നും ഉണ്ടായിട്ടില്ല ഇവിടെ. അന്ന് ഞാൻ ഉണ്ടായിട്ടില്ല സംഭവം ഇവിടെ, ശരിയാണ്. പക്ഷെ ഞാൻ വരുന്ന സമയങ്ങൾ മുഴുവൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇവിടെ ഇരിക്കും. എന്റെ മോൻ വന്നിട്ട് ഇപ്പൊ 1 വർഷം കഴിഞ്ഞു. അപ്പൊ അവനെനിക്ക് നല്ല മാറ്റം, എനിക്ക് ഇവിടെ വന്ന ശേഷമാണ് അവൻ നന്നായി നല്ല മാറ്റം ഉണ്ടായതുകൊണ്ടാണ് എനിക്ക് ഇതിന്റെ അഭിപ്രായം. നല്ലൊരു സ്ഥാപനം കൂടിയാണ്. ഇതിന് ചീത്തപ്പേര് വരാൻ വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു കാര്യമാണ് ഇപ്പൊ സ്റ്റേ ചെയ്ത് വെച്ചത്. 5-ാം തീയതി കല്യാണം ഉണ്ട് പറഞ്ഞ ലീവ്, 6-ാം തീയതി കല്യാണം ഉണ്ട്. കല്യാണം കഴിഞ്ഞ് 7-ാം തീയതി സ്കൂൾ വന്നു. 8-ാം തീയതിയാണ് ഇത് സംഭവിച്ചെന്ന് കുട്ടിന്റെ കൈ ഫുൾ കൈയില്ല ഡ്രസ്സായിട്ടിരിക്കുന്നത്. പിന്നെ അന്ന് സംഭവിച്ച ദിവസം 9:30 ഉള്ളില് ആ വെള്ളം തിളച്ച് ഞാൻ പാത്രത്തിലാക്കി അവിടെ വേറെ വച്ചിട്ടുണ്ട്. പിന്നെ എങ്ങനെ ഇവിടുന്ന് വെള്ളം തിളച്ച് കഴിയുമാവുന്നത്? തിളച്ച വെള്ളം ഞാൻ പാത്രത്തിലാക്കി വെച്ച വെള്ളമാണ് ഈ ചുക്കളം 2 ജഗ്ഗിൽ ആക്കി, 2 തണുത്ത വെള്ളം ചൂടുള്ള വെള്ളം കൂടി ആക്കിയിട്ടാണ് ജഗ്ഗിൽ വെക്കുന്നത്. ഇതിന്നിട്ടാണ് ടീച്ചർമാർക്ക് കൊടുക്കുന്നത്. ടീച്ചർമാർക്ക് അത് കൊടുത്ത് ഞങ്ങൾ രക്ഷിതാക്കളാണ് കൊടുക്കുന്നത്. രക്ഷിതാക്കൾ ടീച്ചർമാർക്ക് കൊടുത്തെങ്കിൽ ടീച്ചർമാർ കുട്ടികൾക്ക് വെള്ളം കൊടുക്കുന്നു. ഇത് ക്ലാസ് വെച്ച് പൊള്ളിച്ചു എന്നാ പറയുന്നത്. ഒരു ഗ്ലാസ് വെള്ളം നമ്മളെ കയ്യിൽ നിന്ന് വെച്ച് നോക്കി എത്ര സമയം സമയം ഉണ്ടാവും, അതൊന്നും നോക്കി. പിന്നെ ഒരു അമ്മീൻ കടിച്ചതാണ്. അപ്പോഴാണ് ഞങ്ങള് പറഞ്ഞത് ഓട്ടോറിക്ഷയിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഓട്ടോറിക്ഷക്കാരന് ചോദ്യം ചെയ്യേണ്ട ഒരു അവസ്ഥയുണ്ട്. ഇത് ഓട്ടോറിക്ഷക്കാരെ ചോദ്യം ചെയ്തേ പറ്റുള്ളൂ. എന്താ വെച്ചാൽ ഇത് ഞങ്ങൾക്ക് ഇനി ഇത് മുന്നോട്ട് പോയേ തീരുള്ളൂ. ഞങ്ങൾ ഓരോരുത്തരുടെ ബുദ്ധിമുട്ട് എന്താണ് ഞങ്ങൾക്ക് അറിയുള്ളൂ. ഇത് കൂട്ടാൻ പറ്റൂല, ഇത് കൂട്ടാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഞങ്ങൾ സമരം ചെയ്യുന്നേ ചെയ്ത് കൂട്ടായിരുന്നു. ഞങ്ങൾ രക്ഷിതാക്കൾ കൂടെ നിന്ന് സമരം ചെയ്യും. അത് ഞാൻ റെഡി ആവും. എന്റെ കൂടെ എന്റെ രക്ഷിതാക്കളും റെഡിയാണ്. ഈ കേസ് ഞങ്ങൾക്ക് തെളിഞ്ഞേ പറ്റൂല. തെളിഞ്ഞ് ഞങ്ങൾക്ക് ഇതെന്താണ് അറിയണം. പിന്നെ എന്താ വെച്ചാൽ റിനുവിനെ അത്രമാത്രം എന്റെ മേഡം സ്നേഹിക്കുന്നു. ഒരു ശനിയാഴ്ച ദിവസം റിനുവിനെ കൊടുന്നപ്പോ അവളെ ഉമ്മാക്ക് പറ്റൂല, വണ്ടിക്കാരന് വരാന് കഴിയില്ല, വണ്ടി കിട്ടൂല, കാരണം അവളെ ഉമ്മ സെന്ററിൽ കൊടുന്നാക്കില്ല. ഞങ്ങളെല്ലാരും ലീവ് എടുക്കാതെ ശനിയാഴ്ച ദിവസം കൂടി ഞങ്ങൾ ക്ലാസ്സിൽ ഇവിടെ വരുന്നുണ്ട്. അപ്പൊ റിനുവിന്റെ ഉമ്മാക്ക് ഇതിൽ കൂടുതൽ സ്നേഹം ഇതും കൊടുത്തതിന്റെ സന്തോഷത്തിന്റെ എന്താ വെച്ചാൽ അത്രത്തോളം മേഡം നോക്കിയിട്ട് മേഡത്തിന് തിരിച്ചടി കിട്ടിയതാണ്. ചെറിയവാക്ക് നല്ലോണം പറയുന്നു. അല്ലല്ല, പുറത്താക്കാൻ കാരണം എന്താ ഇവര് ഓട്ടോറിക്ഷ വിടുന്ന രക്ഷിതാവ് കൂടല്ല, കുട്ടി ഒറ്റക്കാണ്. പ്രായപൂർത്തിയായ കുട്ടികളാണ്. 25 വയസ്സ്, അപ്പൊ ഇവര് 26 വയസ്സ്. അപ്പൊ ഇവര് മീറ്റിങ്ങിന് വന്നപ്പോ മീറ്റിംഗിന് രാവിലെ ഒരു റിനുവിന് പനിയാണ്, റിനു വരുന്നില്ല.
പിന്നെ അന്ന് ഞാൻ റിനുവിന്റെ അടുത്ത് ഇരിക്കുമ്പോ റിനുവിന്റെ ഉമ്മാട് പറഞ്ഞ ഈ പൊള്ളല് ഇവിടുന്ന് ഏറ്റതല്ല. എന്റെ ചിക്കറി ഞാൻ അവിടെ ചുക്കളം കളിപ്പിച്ചിട്ട് ഞാനാണ് എനിക്കറിയാം അവിടെ എന്താ നടന്നത്. ഇല്ല ഇല്ല ഒരിക്കലും ചെയ്തിട്ടില്ല. അതും അവര് ഞങ്ങളോട് നേരിട്ട് വന്ന് ചോദിക്കേണ്ടതാണ്. ഞങ്ങള് രക്ഷിതാക്കളെ അടുക്കളയിൽ ചൂടുവെള്ളം ഉണ്ടാക്കില്ലേ ഇന്നോട് വന്ന് ചോദിക്കാ റിനുവിന്റെ അമ്മക്ക് എന്റെ മോൾക്ക് ഇങ്ങനെ പറ്റിയിരുന്നു ഈ കണ്ടോ? ആ ഒരു ചോദ്യം ചോദിച്ചിട്ടില്ല.